ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാം. ചിക്കൻ ഇല്ലാതെ ചിക്കൻ ലോലിപോപ്പ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഫില്ലിംഗ് തയ്യാറാക്കാമേ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിൽ ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ചെറുതായി അരിഞ്ഞ് ഒരു സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഒരു സവാള, അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടിയത് നമുക്ക് ക്യാബേജ് ചെറുതായി അരിഞ്ഞ്. അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാമേ. ക്യാരറ്റ് ഇല്ലായിരുന്നുകൊണ്ട് ഇട്ടില്ല. ഒരു പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ക്യാപ്സിക്കം അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ശകലം ഒന്ന് വാടി വന്നച്ചാൽ മതി. ഇതിനകത്തോട്ട് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്ന് വെന്തുടയുകയോ ഒന്നും വേണ്ട. ഒരു 45 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്, കൂടി വന്നാൽ 1 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഒന്ന് വഴന്നെടുക്കണം. ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചിക്കനാണ്. ഞാനൊരു 5-6 പീസ് ചിക്കന് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് അത് മിക്സിയിലിട്ടൊന്ന് ചുറ്റിച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇടേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് മഞ്ഞളിട്ട് വേവിച്ച് അതും കൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം മല്ലിയില അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി, ആ തക്കാളിക്കകത്തെ കുരുവെല്ലാം ഞാൻ കളഞ്ഞ് വെച്ച് എടുത്തതാണ്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത്രയും മതി. തക്കാളി വേവുമൊന്നും വേണ്ട. പിന്നെ നമുക്ക് ചിക്കന് പകരം മട്ടൻ എടുക്കുന്നവർക്ക് മട്ടൻ എടുക്കാം. പിന്നെ മുട്ട എടുക്കുന്നവർക്ക് മുട്ട എടുക്കാം. അത് അവരവരുടെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അടുത്തതായിട്ട് നമുക്കിതിനകത്ത് ഇതിന് വേണ്ടി മാവ് തയ്യാറാക്കാമേ. ഞാനൊരു 2 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യമായ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മാവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേണ്ടിയത് നമുക്ക് കോഴിക്കാലാണ്. നമ്മൾ ഇവിടെ ലോലിപോപ്പല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കനം കൂട്ടുകയും ചെയ്യരുത്, ഒത്തിരി അങ്ങ് കനം കുറയ്ക്കുകയും ചെയ്യരുത്. എന്നിട്ടിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്തായാലും ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിങ്ങനെ ഇച്ചിരി വലുതായിട്ട് പരത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോട്ടിലിൻ്റെ അടപ്പം വെച്ച് ഇത് ഓരോന്നോരോന്നായിട്ട് റൗണ്ടിൽ നമുക്ക് എടുക്കാമേ. ഇങ്ങനെ അതാണ്ട് ഇങ്ങനെ
ഇങ്ങനെ നമുക്കിത് എടുക്കാം. ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ച് പൊക്കി വെച്ചാൽ മതി, അതിങ്ങി പോരും. ഇതാണ്ട് ഇങ്ങനെ കണ്ടോ. നമുക്കിതുപോലെ എല്ലാം എടുക്കാം. അങ്ങനെ നമ്മുടെ മൈദയെല്ലാം ഞാൻ രണ്ട് ഷേപ്പാക്കി, ഞാൻ റൗണ്ട് ഷേപ്പാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് 2 മുട്ട വേണേ. മുട്ട നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ച് മാറ്റി വെക്കാം. മുട്ട 2 മുട്ട. ഇതിനകത്തോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ ഇവിടെ. നമുക്കിത് നന്നായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ അതിനകത്തോട്ട് ശകലം കറുത്ത എള്ള് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാമേ. നമ്മളിങ്ങനെ ഒരു ഇത് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ് 1 സ്പൂണ് നമുക്ക് വെച്ച് കൊടുക്കാമേ. സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാമേ. നമുക്കിങ്ങനെ കയ്യിലെടുക്കാം. എടുത്തിട്ട് നമ്മുടെ ചിക്കൻ കാലിതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കാലിതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. രണ്ടിങ്ങനെ കാലിറങ്ങി വരാതെ നോക്കിക്കോണേ. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ കാലിവിടെ റെഡി ആയിട്ടുണ്ട്. കാല് വരാതെ നോക്കിക്കോണമെന്ന് അമക്കി കൊടുക്കണം. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തതിനകത്തോട്ട് ഫില്ലിങ് വെച്ചിട്ട് കൈ പിടിക്കുക. അപ്പോഴാണ് നമുക്കത് ചെയ്യാനൊരു അങ്ങനെ നമ്മുടെ ലാലിപ്പപ്പ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മുട്ട മിശ്രിതത്തിലോട്ട് മുക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്തോട്ടിട്ട് മുക്കിയെടുക്കാമേ. നമ്മുടെ കോഴിക്കാലൊക്കെ ഊരി പോരാതെ നോക്കിക്കോണം, കാരണം ആർട്ടിഫിഷ്യൽ അല്ലേ. അതുകൊണ്ട് അത് നിന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് എല്ലാം ഒരുപോലെ വറുത്തെടുക്കാം. നമുക്ക് കണ്ടോ, ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കെല്ലാം ഇതുപോലെ മുക്കിയെടുക്കാം. ഈ രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. മതി, ഇത്രയും മതി. നമുക്ക് ഇത്ര ഇത് വേവിച്ചെടുക്കാം.
ഒന്ന് മൂക്കട്ടെ. നമുക്ക് അങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കാമേ. ഒരു സൈഡ് മൂക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചില കോഴിയുടെ കാലിച്ചിരി വലുതായിപ്പോയി കേട്ടോ, ചിലത് കുഞ്ഞൻ കോഴിയായിപ്പോയി. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ, ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയപ്പാ, നോക്കിക്കേ. ഇതെന്തുവാ മമ്മി ചിക്കനെ മേടിച്ചില്ല, പിന്നെ ലോലിപ്പോപ്പ് എവിടെ നിന്ന് ഉണ്ടാക്കി? അതൊക്കെ ഞാൻ ഉണ്ടാക്കി, നീ ഒന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന്. ലോലിപ്പോപ്പ് നോക്ക്, അടിപൊളിയായിട്ട്. ചിക്കൻ ഇല്ലെങ്കിൽ എന്താ, ഞാൻ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കിക്കേ. ആണോ? നോക്ക് എങ്ങനെയുണ്ട്. കാണാൻ ചിക്കൻ ലോലിപ്പോപ്പ് തന്നെ ഉണ്ട്, ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. എടുത്തൊന്ന് ടേസ്റ്റ് നോക്കിക്കേ. അടിപൊളിയാ അമ്മ, ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഉണ്ടോ? അടിപൊളിയാണ്. അതിനകത്തെ ഫില്ലിങ് അപ്പാ അടിപൊളിയേ, സൂപ്പറായിട്ടുണ്ടല്ലേ. അപ്പം എല്ലാവരും കണ്ടല്ലോ ചിക്കൻ ലോലിപ്പോപ്പ് എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന്. ചിക്കൻ ഇല്ലാതെ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.